സുഹൃത്തുക്കളെ, വോയേജ് ലക്ഷദ്വീപിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ വേറൊരു പുതിയ കണ്ടന്റുമായിട്ടാണ് വന്നത്. കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇവിടെ സ്കൂൾ കുട്ടികൾക്ക് കുറച്ച് തൈകളൊക്കെ വിതരണം ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഡെവലപ്മെന്റ് എവിടം വരെ എത്തി എന്നുള്ളത് നോക്കാനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അപ്പോ നമ്മുടെ കാസിം മാഷ് ഒരു പ്രകൃതി സ്നേഹിയാണ്. ഇദ്ദേഹം ഏത് ദ്വീപിൽ വർക്ക് ചെയ്യാൻ പോയാലും ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് നേതൃത്വം വഹിക്കുന്ന ഒരു അധ്യാപകം കൂടിയാണ്. അപ്പോൾ സാറിന്റെ കാര്യങ്ങൾ കൂടി കുറച്ച് നമുക്കൊന്ന് അറിഞ്ഞേക്കാം. ഓക്കെ, എന്താണ് സാറേ ഈ പദ്ധതിയും കാര്യങ്ങളൊന്നും? ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഏക് പേഡ് മാക്കി നാം എന്നുള്ള ഒരു ഇതിലെ കീഴിൽ എക്കോ ക്ലബിന് അംഗങ്ങളായ മക്കൾക്ക് നമ്മ ഒരു ഫ്രൂട്ട്സിനെ കുറെ തൈകൾ വിതരണം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ തൈകൾ ഏറ്റവും നന്നായി പരിപാലിക്കേണ്ട മക്കൾക്ക് ക്യാഷ് പ്രൈസിങ് അവാർഡും കൊടുക്കുമെന്ന് വന്ന് ചൊല്ലിയാണ്. ഏകദേശം ഒരു വർഷം കഴിഞ്ഞു എന്നാണ്. നമുക്ക് അങ്ങനെ കുറെ പരിപാലിച്ച് റെഡിയുള്ള മക്കളെ കുറിച്ച് നമ്മളെ ഫോട്ടോ അയപ്പിച്ചിരിക്കുകയാണ്. ഒരു 10ഓളം മക്ക അത് അയച്ചു തരികയും ചെയ്തിന്. അപ്പൊ ആ ഫിരെ സന്ദർശിച്ചുകൊണ്ട് അതൊന്ന് കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ നമ്മൾ അടുത്തൊരു വേദിയിൽ വെച്ച് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യും. ഇത് ബാക്കിയുള്ള മക്കൾക്കും കൂടി ഒരു പ്രചോദനം ആകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്തായാലും പോകില്ല. വളരെ നല്ലൊരു കാര്യം. ഇത് നമ്മൾ ഇവാലുവേറ്റേഴ്സ് ആയി എടുത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റുഡൻസിനെ തന്നെയാണ്. NCCയിൽ നിന്നും ഒരു കേഡറ്റും പിന്നെ NSSലെ ഒരു സ്റ്റുഡന്റും, ഈ രണ്ടുപേരെയാണ് ഇവാലുവേറ്റേഴ്സ് ആയി എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പറയാനുള്ള ഒന്നുകൂടി കേട്ടേ. ഞാൻ വാസില NSS കാഡറ്റ് ആണ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന് എന്നെ ഉൾപ്പെടുത്തിയതിന് വളരെയധികം സന്തോഷമുണ്ട്. എന്റെ പേര് ഫാത്തിമ നൈഷാന, NCC കാഡറ്റ് ആണ്. ഈ ഒരു സംരംഭത്തിൽ എന്നെ ഉൾപ്പെടുത്തിയതിന് വളരെയധികം നന്ദി. അത് നമുക്കൊന്ന് വിടാം. ഓക്കെ, കമോൺ. അപ്പൊ നമ്മൾ ആദ്യമായി വന്നെത്തിയിരിക്കുന്നത് ഷഹീബ് എന്ന കുട്ടിയുടെ വീട്ടിലാണ്. കുട്ടിയുടെ ഉമ്മ ഒരു ടീച്ചർ കൂടിയാണ്, സഹറ ടീച്ചർ. ഓക്കെ, കാസിം സാർ എപ്പോഴാണ് കൊടുത്തത്, പിന്നെ അതിനുശേഷമുള്ള അപ്ഡേഷൻ കാര്യങ്ങളും എന്തെങ്കിലും പറയാനുള്ളത്? ജൂലൈ മാസത്താണ് തോന്നുന്നു അത് വിതരണം ചെയ്തത്. ആ സമയത്താണ് ഷഹീബിനും കിട്ടിയത്. അപ്പോൾ അത് കുറച്ച് ചെറിയ തൈയായിരുന്നു. ഇപ്പൊ അത് അത്യാവശ്യം വളർന്നിട്ടുണ്ട്. പിന്നെ ഈ ഗ്രോ ബാഗിൽ വെച്ചത് കൊണ്ട് കുറച്ചുകൂടി പ്രതീക്ഷ വെക്കാനുണ്ട്. അപ്പൊ അത് ഡ്രമ്മിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ സ്പേസുള്ള ഇതിലേക്കോ വെച്ചാൽ കുറച്ചുകൂടി വളരാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇതാ കാ വന്നു. അപ്പൊ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ എത്രയും പെട്ടെന്ന് ചെയ്യും എന്ന് തന്നെയാണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിലല്ലേ? എങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു കായൊക്കെ കാണുന്നുണ്ട്? കായൊക്കെ കണ്ടപ്പോ എന്തുണ്ട്? സന്തോഷമുണ്ട് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഇതിനെ പരിപാലിക്കുന്നത്? ഡെയിലി വെള്ളം ഒഴിക്കുവോ? ഡെയിലി വെള്ളം ഒഴിക്കും. വളങ്ങൾ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ഏതൊക്കെ വളങ്ങള്? കിച്ചൺ വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് ഒക്കെ ഉപയോഗിക്കും. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ഒരു വർഷം കഴിഞ്ഞിട്ടേക്ക് ഇത് ഒരു വലിയൊരു മരങ്ങായി മാറണം. അപ്പൊ അതിനു വേണ്ടി പരമാവധി കിച്ചൺ വേസ്റ്റ് ഇല്ലാതെ ആട്ടിനെ വേസ്റ്റ് കാട്ടാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത്, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലിൻ പൊടി കിട്ടുന്നെങ്കിൽ അത്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി അതിനെ ഇട്ട് കൊടുക്കണം. പിന്നെ അത് എന്തായാലും എത്രയും പെട്ടെന്ന് ഒരു ഡ്രമ്മിനൊക്കെ അല്ലെങ്കിൽ ഇവിടെ ഈ കടപ്പുറം ആയതുകൊണ്ട് മണ്ണ വയ്ക്കുന്നതിനെക്കാട്ടി നല്ലത് ഡ്രമ്മിനൊക്കെ ഇട്ട് വയ്ക്കലാണ്. അപ്പൊ അങ്ങനെ നോക്കുവാണ്, എന്നെ പരമാവധി നോക്കുവാണ്. ഇൻഷാല്ലാ അടുത്ത വർഷവും നമ്മൾ ഇത് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇതിനെക്കാട്ടിയും ഡബിളായിട്ട് വളർന്നതായി കാണണം. പിന്നെ ഈ വർഷവും മരം പച്ചിനെന്ന് വിചാരിക്കേണ്ടത്. അപ്പൊ അതിനെയും ഒന്ന് നല്ലോണം നോക്കണം. അത് അടുത്ത കൊല്ലമാണ് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, ശരി. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീട്ടിലോട്ട് പോവാം. ഓക്കെ, ഞങ്ങളിപ്പോ രണ്ടാമത്തെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ വീട് വന്ന് നോക്കുമ്പോൾ അന്തരീക്ഷം തന്നെ കൊള്ളാം. ഇതിനകത്ത് മൊത്തം ഗ്രീനറി പോലെ തോന്നുകയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ ആവാനാണ് സാധ്യത. തീർച്ചയായും നമുക്ക് ഇവിടെ പുറത്ത് നോക്കിയാൽ തന്നെ കാണാം. ഇവിടെ ഏത് കുട്ടിയുടെ വീടായിരുന്നു? മുഹമ്മദ് മർവാൻ. 8-7 പഠിക്കുന്ന മർവാന്റെ വീട്ടിലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. നോക്കാം, അതെ, കയറി കണ്ടേക്കാം. മുന്തിരി വള്ളി മുന്തിരി കാഴ്ചയല്ല ഉണ്ടാണ്ട്. അതാ മുന്തിരി കാഴ്ച. ഇവിടെ അകത്ത് മുറ്റത്ത് പ്രവേശിച്ചാൽ തന്നെ നല്ലൊരു അന്തരീക്ഷമാണ്. കാരണം ഇവിടെ ഒക്കെ ഗ്രീനറി, ഒരു വെറൈറ്റി തരം ചെടികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കാണുന്നുണ്ട് നമുക്ക്. അപ്പോ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടെക്നിക്സ് ഒക്കെ നമുക്ക് ഇവരിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരം ചെടികളൊക്കെ വളർത്തി അത് മാത്രമല്ല ഈ കിൾത്താൻ പോലുള്ള ഈ ദ്വീപില്, കടലടുത്തുള്ള ദ്വീപില് എങ്ങനെയാണ് ഇവര് ഇതിനെ പരിപാലിക്കുന്നത്, എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലേ? ആദ്യം കണ്ടുവച്ച് നമ്മൾ എന്നിട്ട് പറയിപ്പിക്കാം. ഇതാണ് ഈ തയ്യെന്ന്. ഇതാണ് സ്കൂളുണ്ട് മർവാനും കഴിഞ്ഞ വർഷം കൊടുത്തത്. അൽഹംദുലില്ലാ. പിന്നെ വെച്ച് 2 നല്ല കാവുണ്ടെന്ന് അടുപ്പിച്ചെടുത്ത് കാട്ടിക്കൊടു. എന്തായാലും ഇത് കാണേണ്ടതിനും തന്നെ ഒരു ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നുണ്ട്. കാരണം സ്കൂളിന് കൊടുത്ത ഒരു തൈ അത് കാപിടിച്ച് 1 കൊല്ലം കൊണ്ട് തന്നെ കാപിടിച്ചിന്, അതിനെ നല്ലോണം പരിപാലിച്ചിന്. ഇതേണ്ടി അപ്പൊ നല്ല രീതിയിൽ അതിനെ പരിപാലിച്ചിന് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ആ കാവന്റെ തന്നെ. അത് 1 കൊല്ലെങ്കിലും ആയാലാണ് ഇത് കൊടുത്ത്. മെയിനായിട്ട് വേറൊരു ഇവര് ആ ഗ്രോ ബാഗിൽ നിന്നും മാറ്റിയിട്ട് നിലത്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ചകരിയും കാര്യങ്ങളൊക്കെ മേലെ കാണുന്നുണ്ട് അല്ലേ? അപ്പോ ആരാണ് ഇതിനെ പരിപാലിക്കുന്നത്? മർവാനാണ്. ഫുൾ സപ്പോർട്ട്. ഇങ്ങോട്ട് അടുത്തേക്ക്
മറവാൻ ഇങ്ങനെ ഒരു കായൊക്കെ കണ്ടപ്പോ എങ്ങനെയുണ്ട് മനസ്സിന്? സന്തോഷം തോന്നുന്നുണ്ട്. മറവാന് കൃഷിയോട് താല്പര്യമുള്ള ആളാണോ ഇല്ല വാപ്പാന്റെ താല്പര്യമാണോ? രണ്ടുമുണ്ട്. വാപ്പാന്റെ താല്പര്യങ്ങൾ വാപ്പ കൃഷി ചെയ്യുന്നത് കണ്ടിട്ട് മറവാനും കൃഷിയോട് ഒരു താല്പര്യം വന്നിട്ടുണ്ട് അല്ലേ? എക്കോ ക്ലബിലെല്ലാം ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്റ്റീവാണ്. അത് ശരി. മറവാൻ ഇതില് ചെടി പരിപാലിക്കുന്നുണ്ടോ മറവാൻ? എന്തൊക്കെയാ ചെയ്യുന്നത്? വെള്ളം ഒഴിക്കലൊക്കെ ഉണ്ട്. ദിവസവും ഡെയിലി വെള്ളം ഒഴിക്കും. ഓക്കെ. മറവാന്റെ വാപ്പ കൃഷി എങ്ങനെ ചെയ്യണം അതിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരലുണ്ടോ? ചെയ്ത് കാണിച്ചൊക്കെ തരലുണ്ടോ? ഓക്കെ. ഏതായാലും നമുക്ക് മറവാന്റെ വാപ്പാനെ കൂടി ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഓക്കെ. ഏതായാലും ഇവിടെ കയറി കഴിഞ്ഞാൽ തന്നെ ഒരു പ്ലസന്റ് ഒരു അന്തരീക്ഷമാണ്, ഒരു സന്തോഷം തരുന്ന ഒരു അന്തരീക്ഷം പോലെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്? ഇതെല്ലാം ഞങ്ങൾ ഓരോ കടക്കാർ വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ്. ചെറുത് തന്നെയായിട്ട് തൈകൾ വാങ്ങിച്ച് വിൽപ്പന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ്. ഇപ്പൊ നിലവിൽ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഇവിടെ ഇപ്പൊ ബുഷ് ഓറഞ്ച് ഉണ്ട്, കാഴ്ച കിടപ്പ് നിറച്ചു. ബുഷ് ഓറഞ്ച്. ഓക്കെ ഓക്കെ ഓക്കെ. പേരക്ക കാഴ്ച കിടപ്പുണ്ട് ഫുള്ളായിട്ട്. വേറെ സപ്പോർട്ട് ഫുള്ളായിട്ട് കാഴ്ച കിടപ്പുണ്ട്. അതിലുണ്ടായിരുന്നു, ഇപ്പൊ ഭാഗം കഴിഞ്ഞതാ. കഴിഞ്ഞാണല്ലേ? രണ്ടെണ്ണം ഉണ്ട് സപ്പോർട്ട്. ഉണ്ട് ഒരു വലുത്. പിന്നെ ഇതാ മുസംബി നാരങ്ങ കാഴ്ച കിടപ്പുണ്ട്. കിടപ്പുണ്ടല്ലേ? ചെറുതുണ്ട്, വലുതുണ്ട്. കാഴ്ച കിടക്കുന്നു കിട്ടുന്നുണ്ടോ വീഡിയോയില്? പിന്നെ ഇത് ഒരു ബുഷ് ഓറഞ്ച് തന്നെയാണ്. അവിടെ ഉണ്ടല്ലോ ബുഷ് ഓറഞ്ച്. ഇതൊരു കൃഷിയിൽ നിന്ന് കിട്ടിയ ഒരു ഓറഞ്ചാണ്. അതും ഓറഞ്ച് തന്നെയാണ്. ഒരു വെറൈറ്റി തരം ഓറഞ്ചാണ്. കായ ഉണ്ടായിട്ടുണ്ടോ? ഒരെണ്ണം ഉണ്ടായിരുന്നു, പാകത്തിൽ പറിച്ചു കഴിഞ്ഞു. അത് ശരി. ഓക്കെ. ഇത് എങ്ങനെയാ? വേറെ പിന്നെ മുന്തിരിയുണ്ട് കായ്ച്ചിരുന്നത്. കാഴ്ച കിടപ്പുണ്ട്. ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേക്ക്. ഇതവിടെ ഒരു കായ കാണും. ഇവിടെ ഒരു കൊലമുണ്ട്. ഇതേണ്ട. അതായത് ലക്ഷദ്വീപിലെ മണ്ണില് ഫ്രൂട്ട്സ് കായ്ക്കാൻ വേണ്ടി നടക്കേണ്ട കുറെ ആളുകളുണ്ട്. ശരിക്കും അവർക്ക് ഇതൊരു വന്നപ്പോൾ അത് നശിച്ചു പോയി. അവരുടെ വൈറ്റ് വാഷ് ഒക്കെ ചുരിഞ്ഞിട്ട് നന്നായിട്ട് കായ്ച്ചിരുന്നു ആ മാങ്ങ. ശരിക്കും ഈ ഒരു ഫിര ശരിക്കും ഒരു മാതൃക തന്നെയാണ്. കാരണം നമ്മൾ ലക്ഷദ്വീപുകാർക്ക് ഒരു ധാരണ ഉണ്ട്, നമ്മളെ മണ്ണ് വളക്കൂറില്ല, ഇവിടെ എന്നെ വെച്ചാലും ആകാം എന്നുള്ളൊരു ധാരണ പലർക്കും ഉണ്ട്. അതിനെ ഇരുത്തേണ്ട ഒരു ഫിര തന്നെയാണ് അയാളെ ഒരു കാര്യത്തിൽ അപ്രിഷിയേറ്റ് ചെയ്യാതെ കളിയുക. കാരണം ഏകദേശം എല്ലാതരം ഫ്രൂട്ട്സും ഇവിടെ വിളവാക്കി വിട്ടുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം കൂടി കിട്ടീനെ. എന്തായാലും അത് ഒരു കാര്യം കാണാതെ ആ ഒരു ഇൻസ്പിറേഷൻ മറവാനും കിട്ടീനെ. കൃഷി കാര്യങ്ങളിൽ എക്കോ ക്ലബിലെല്ലാം മറവാൻ ഭയങ്കര ആക്റ്റീവ് ആണ് എല്ലാ കാര്യത്തിലും. എന്തായാലും അത് വളരെ സന്തോഷം. ഇവിടെ കാണുവാൻ കാലത്ത് മനസ്സിനൊക്കെ ഒരു സന്തോഷം. അതേപോലെ ആ കായകൾ പേരൊക്കെ നമ്മ കൊടുത്ത തൈയും കാഴ്ച അത് പ്രത്യേകം ഒരു അതിപ്പോ പറിച്ച് അതിന് പറിച്ചു കളാം. ഇപ്പൊ തന്നെ നമുക്ക് എന്തായാലും പറിച്ചു കളാം. ബാ മറവാൻ തന്നെ പറിച്ചതാ. മറവാൻ തന്നെ പറയും. കാരണം മറവാണ് അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി. മറവാൻ പറിച്ചും കൂടിയില്ല. അതെന്തായാലും പറയും. രണ്ടെണ്ണം പറിച്ച് ചേർന്നൊക്കെ കൊടുക്കും. അമ്മ കൊടുത്ത് ഒരു കൊല്ലം കൊണ്ട് കാ കിട്ടീനെ. ഇതാണ് ഇൻസ്പിറേഷൻ യഥാർത്ഥത്തിൽ. കണ്ടല്ലേ? ശരിക്കും അഭിമാനം കൊണ്ട് നല്ലോണം ഇതുപോലെ ഓരോരുത്തരും ഇതുപോലെ ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ അങ്ങനെ പല കാര്യം നമുക്ക് കിട്ടി. ഇത് നാച്ചുറൽ ആണ്. ഒരു തരത്തിലുള്ള മായങ്ങോ മരുന്നോ ഇഞ്ചക്ഷനോ ഏതും ചെയ്യാത്ത ഒറിജിനൽ പേരക്ക. ഓക്കെ. അപ്പൊ മറവാൻ കൺഗ്രാചുലേഷൻ പാപ്പേക്കും. ഓക്കെ. ശരിക്കും ഇത് കണ്ടപ്പോ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്നും കൊടുത്ത തൈ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ കാസുമാഷും ടീമും ഇൻസ്പെക്ഷന് വന്ന സമയം നോക്കുമ്പോഴേക്കും കായാണ് അവർ കൊടുക്കുന്നത്. ഇതിലും വലിയൊരു ഒരു മോട്ടിവേഷൻ ഇനി എന്താ വേണ്ടത് അല്ലേ? അങ്ങനെ ആവണം എല്ലാവരും അല്ലേ? ഏതൊക്കെ പലതരം വാഴയുണ്ട് ഇവിടെ. വാഴയുണ്ട് ഇഷ്ടംപോലെ പലതരം വളങ്ങളെ കുറിച്ച് റോബസ്റ്റ് ഉണ്ട്, പിന്നെ ചങ്കതളിയുണ്ട്, ഒക്കെ കുലച്ചുണ്ട്, എല്ലാം കുലച്ചായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ശരിക്കും നമ്മുടെ ലക്ഷദ്വീപിലെ മണ്ണിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കണമെങ്കിൽ നമ്മുടെ വളങ്ങൾ പലതൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഏതൊക്കെ തരം വളങ്ങളാണ് സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ആദ്യം കോഴി എടുത്തിട്ട് ചക്കരപ്പൂ മറ്റേ ഇതുണ്ടല്ലേ ഈ മീൻ വേസ്റ്റ്, പിന്നെ എൽപിഡി ഇടും. എല്ലുപൊടിയൊക്കെ ഇവിടുന്ന് കൃഷിയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലേ? പിന്നെ ഞങ്ങൾ കരിയിൽ വരുത്തിക്കുന്നുണ്ട്. പിന്നെ വേപ്പം പിണ്ണാക്ക്, എൽപിഡി, ശകരിച്ചോറ്, മീൻ വേസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ടാണ് വളം ഉണ്ടാക്കുന്നത്. അടിവളം ഫസ്റ്റ് നമ്മൾ ചെടി വെക്കുന്നതിന് മുമ്പ് അടിവളമായിട്ട് കൊടുക്കും. കൊടുത്തിട്ട് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാ കരിയിൽ നിന്ന് മാറ്റി വെക്കുന്നത്, ഇതിലേക്ക് വെക്കുന്നു. പിന്നീട് ശേഷം എങ്ങനെയാണ് വളങ്ങൾ കൊടുക്കുന്നത്? എത്ര ഡ്യൂറേഷൻ ഗ്യാപ്പിലോ അങ്ങനെ എന്തെങ്കിലും? വളർച്ച അനുസരിച്ച് ഞങ്ങൾ വളം കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ച എടുക്കാൻ കൊടുക്കും. ആഴ്ചയിൽ ഒരു മാസത്തിലൊരുക്കാൻ കൊടുക്കും. ഒരു മാസത്തിലൊരിക്കൽ. അത് ഏത് വള കൊടുക്കല്? അത് എൽപിഡി കൊടുക്കുന്നുണ്ട്, വേപ്പം പിണ്ണാക്ക് കൊടുക്കുന്നുണ്ട്, മീൻ വേസ്റ്റ് സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. വെള്ളം ഡെയിലി ഒഴിക്കും അല്ലേ? വെള്ളം എല്ലാ ദിവസവും കൊടുക്കും. ഡെയിലി രാവിലെയും വൈകുന്നേരം ഒഴിക്കും അല്ലെ? ഏതെങ്കിലും ഒരു നേരമാണോ? എല്ലാ ദിവസവും ഒരു നേരം കൊടുക്കും. ഒരു നേരം കൊടുക്കും അല്ലേ? ഓക്കെ ഓക്കെ. ഏതായാലും വളരെയധികം സന്തോഷം.
അപ്പൊ ഇത്തരം നമ്മുടെ ലക്ഷദ്വീപിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ മുന്തിരി, ഓറഞ്ചിന് തന്നെ പല വെറൈറ്റീസ്, പലതരം ഓറഞ്ച്, പേരക്കായ്, സപ്പോട്ട, മാങ്ങ കഴിച്ചിരുന്നു. നന്നായിട്ട് കഴിച്ചിരുന്നു, എല്ലാം പോയതാ. വൈറ്റ് വാഷ് അടിച്ചപ്പോ അതിന്റെ ഇതായിട്ട് കേടുവന്നു. ഇതിന്റെ തേപ്പൊക്കെ മേലിലെ തേപ്പ് പണി ആയപ്പോഴാണ് അത് പോയത്. എന്തായിരുന്നു പേര്? സയ്യിദ് മുഹമ്മദ് കോയ. ഈ കൃഷിയുടെ ഇതിൽ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടി? ഞാൻ കൃഷിയില്ല, ഞാൻ ഫൈബർ ഫാക്ടറി വർക്ക് ചെയ്യുന്നു. അതല്ല, ഇവിടെ വീട്ടിലിങ്ങനെ കൃഷി അവരൊന്നും വന്ന് നോക്കുന്നില്ല, ഇവിടെ കിട്ടിയിട്ടില്ല. ഏതായാലും കിട്ടേണ്ട അർഹതപ്പെട്ട ഒരാളാണ്. അപ്പൊ ഈ ഈത്തപ്പഴം വെച്ച് വളർത്തുന്നുണ്ട്. ഈത്തപ്പഴത്തിന്റെ അതൊന്ന് കാണിച്ചു കൊടുത്തേക്ക്. ഈത്തപ്പഴത്തിന് വരും ഒരു ഈത്തപ്പഴത്തുണ്ട്. തീർച്ചയായും 100% ഒരു അവാർഡിന് അർഹതപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ ഈ അവാർഡിന്റെ ആൾക്കാർ ആരാണോ അവര് കിൽത്താൻ ദ്വീപിലെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവരെ ഒന്ന് പരിഗണിക്കണം. കാരണം ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് കണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല, എങ്ങനെ പറയണം എന്നുള്ളത്. കാരണം നമ്മുടെ ലക്ഷദ്വീപിൽ ഇത്തരം വെറൈറ്റി ഫ്രൂട്ട്സ് ഇത്രയും ചെറിയ സ്ഥലങ്ങളിൽ ഒരു കോമ്പൗണ്ടിനകത്ത് ഉണ്ടാക്കിയെടുത്തത് അത് ഇദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും ഒരു പ്രയത്നം തന്നെയാണ്. അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ ഉതകുന്ന ആരെങ്കിലും ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് വീട്ടുപേരെന്തായിരുന്നു? മുപ്പനക്കതിയോടെ കിൽത്താൻ ദ്വീപിലാണ്, സയ്യിദ് മുഹമ്മദ് കോയ. അപ്പൊ എന്തായാലും ഒരു അവാർഡിന് അർഹതപ്പെട്ട ആൾ, ഇനി അഥവാ നമ്മുടെ ഇവിടെ അവാർഡ് കിട്ടിയില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ നിന്നുമുള്ള ഒരു അവാർഡ് ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും താങ്കൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ നിന്ന് കിട്ടിയ പഴം ഇതാ ചെടി കൊടുത്ത ആള് തന്നെ മുറിക്കുകയാണ്. മുറിക്കുന്നതിന്റെ ഒരു സന്തോഷം അല്ലേ? കാസുമാസിന്റെ സന്തോഷമാണ് നമുക്ക് അറിയേണ്ടത്. കൊണ്ടുവാങ്ങില്ലേ? അടിപൊളി അടിപൊളി. ഇങ്ങോട്ടും വാ. മറവാൻ കൊടുക്കും. അടിപൊളിയാണ്, സംഭവം അടിപൊളിയാ. മറവാൻ കഴിച്ചാ ഈ ചെടിയുടെ വളർച്ച വിലയിരുത്താൻ വീട്ടിലേക്ക് വന്നപ്പോ ഈ ഒരു പേരന്റും കുട്ടിയും കൂടി ആ വന്ന അധ്യാപകർക്ക് കൊടുത്തത് ചെടിയിൽ നിന്നുമുള്ള കായയാണ്. ഇനി അതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? ഇനി അടുത്ത വീട്ടിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഇപ്പൊ ഞങ്ങൾ നിൽക്കേണ്ടത് സഹല സിയാനെ ഫിരയാണ്. അപ്പൊ സഹല സിയാനേക്ക് കൊടുത്ത ഒരു പോംഗ്രാനൈറ്റ് ചെടിയാണ്. അപ്പൊ അത് ഏകദേശം തിരൾ നടപ്പാൻ തുടങ്ങി. ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ നോക്കിയില്ല, എന്നാലും അതിനെ കുറച്ചുകൂടി റോബാണ്ട് മാറ്റി മണ്ണലെല്ലാം വെച്ചിന് ഏകദേശം തിരൾ നടക്കേണ്ട ആരോഗ്യം എന്നാലും കുറച്ചുകൂടി വരുവാമുണ്ട്. അപ്പൊ നോക്കണ്ട, എന്നാലും എനിക്ക് കുറച്ചുകൂടി വളങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കണമെന്നാണ്. അപ്പൊ ഇവിടെ ആടിനെല്ലാം വളർത്തുന്നു. ഇപ്പൊ അവിടെ ആടുണ്ടോ? ആട് ഇല്ല. അപ്പൊ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കടവായുണ്ടെങ്കിലും നമുക്ക് കുറഞ്ഞ വേപ്പിൻ പിണ്ണാക്ക് അങ്ങനത്തെ എല്ലിൻ പൊടിയെല്ലാം കിട്ടേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിരട്ടൊക്കെ കളച്ചിട്ട് കൊടുക്കും. പിന്നെ അതുപോലെ മീൻ മുറിച്ച് തന്നെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലേശം അഹറ്റിയെങ്കിലും അവിടെ എവിടെയെങ്കിലും ഒന്ന് പൂത്തി കൊടുക്കുകയാണെങ്കിൽ അപ്പൊ അതിനെ ഒന്നുകൂടി ഒന്ന് ആരോഗ്യം പൈപ്പാൻ വേണ്ടി. കാരണം വളരുന്നത് ഏതായാലും വളർച്ച നടന്നു. അപ്പൊ മൂൾ വന്ന ചൊല്ലണം അങ്ങനെ വന്നിച്ചും പോയിന്, ചെടിയെല്ലാം നുക്കിച്ചും പോയിന്. അപ്പൊ എന്തായാലും വച്ച് ഇങ്ങനെ ഇത്ര വരെ വാടാതെ സൂക്ഷിച്ചതിൽ സന്തോഷമുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇത്ര വരെ ഒരു കൊല്ലം കായ്പാൻ കൊടുത്ത് ഇതുവരെ പലയിടത്ത് നശിച്ചോ. അപ്പൊ നിങ്ങൾ എന്തായാലും നശിപ്പാൻ പറ്റിയില്ല. ഇത്ര വരെ നുക്കീനെ നല്ല തിരളെല്ലാം നടക്കേണ്ട പുതിയ തിരളെല്ലാം ഉണ്ട്. അതാ ഇപ്പൊ നടപ്പാ ഇപ്പൊ തുടങ്ങിയില്ല. അപ്പൊ ഇപ്പൊ ഒന്ന് വളങ്ങളും ഉഷാറായിക്കോളും. മാത്രമല്ല ഇവിടെ എന്തോ സപ്പോർട്ടിന്റെ ഒരു ചെറിയ തൈ കൂടി കാണുന്നുണ്ട്. ഇങ്ങനെ ഒന്നില്ല, ഒന്ന് ക്രോപ്പ് ചെയ്ത് ഒതുക്കി കളവണം. ഈ സ്പ്രെഡ് ആവേണ്ടത് മേലൊക്കെ പോകണം. ഇങ്ങനെ പരന്ന് വന്നാൽ വെട്ടിക്കളവണം. അതിനൊന്ന് ഈ ഷെന്നിക്ക് പരന്നുകൊണ്ട് തന്നെ വെട്ടിച്ച് മേലൊക്കെ വിടണം. മേലൊക്കെ പോയിക്കോളാം. അത് ഷെന്നിന്റെ വെട്ടേണ്ട പോലെ മേലൊക്കെ ഇളുന്നോളും. അപ്പൊ കായും നല്ലോണം പിടിക്കും. ഇങ്ങനെ അടിക്കടിക്ക് പോകേണ്ട പോലെ തൂങ്ങിക്കൊണ്ട് പോകും വളരെ അടി. അപ്പൊ അതൊന്നും ഒന്ന് ചെയ്തേക്കണേ. അപ്പൊ ശരി, അങ്ങോട്ട് തന്നെ. ഓക്കെ. അപ്പോ ചെടി കേടുവരാതെ ഒരു വർഷത്തേക്ക് ഇതുവരെ നോക്കിയിട്ടുണ്ട്. പല വീടുകളും ഇപ്പൊ കാസുമാശ് പറഞ്ഞ പ്രകാരം നശിച്ചു പോയതൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടി ആരോഗ്യം വയ്ക്കാനുണ്ട്. അതിനുവേണ്ട നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കാസുമാശ് അവർക്ക് നൽകിയത്. അപ്പൊ ഇനി അത് ഫോളോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഞങ്ങളിപ്പോ അടുത്തൊരു വീട്ടിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. കാസുമാശ് ഇതാരുടെ വീടാണ്? ഇത് ലംഹ ഫാത്തിമ എന്നാണ് കുട്ടിയാണ്. അതായത് 7ാം ക്ലാസ് പഠിക്കേണ്ട 7ാം ക്ലാസ് വിദ്യാർത്ഥി ലംഹ ഫാത്തിമ. ഓക്കെ. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കിയേക്കാം. ഓക്കെ. അപ്പൊ ഇതാണ് ലംഹയ്ക്ക് കിട്ടിയ സപ്പോർട്ടാത്തൈ. ഈ സപ്പോർട്ടാത്തൈയാണ് കൊടുത്തത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്നേ കാണേണ്ട കുറെ ശാഖകളെല്ലാം വന്നിനെ ഇഷ്ടം പോലെ തിരുൾ വന്നിന് അൽഹംദുലില്ലാ അല്ലാവട്ടെ തായിന് മാറ്റി മാറ്റി നല്ലോണം നെട്ടിന് ഈ അല്ലാവട്ടത്ത് വളർന്നേ കാണേണ്ട അൽഹംദുലില്ലാ
ഉഷാറായിന്. അപ്പൊ ഇനി അങ്ങനെ എല്ലാ കാലവും അങ്ങനെ നിൽക്കണം, അത് കായ്ക്കേണ്ടവരെ അങ്ങനെ നല്ലോണം നിൽക്കണം. ഇതാണ് ഉമ്മ. ഗലമ ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th-ലാ? ഇത് വളങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടോ? ഏതൊക്കെ തരം വളങ്ങളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്? ജൈവവളങ്ങള്, നമ്മള് ഫുഡ് വേസ്റ്റും ഇതൊക്കെ എല്ലും പൊടിയൊക്കെ ഉപയോഗിക്കാറുണ്ടോ? അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഗ്രോ ബാഗ് മാറ്റിയിട്ട് ഇപ്പൊ ഏകദേശം എത്രയായി? പെട്ടെന്ന് ആ കൊടുത്ത ഡയറക്റ്റ് കൊണ്ടുവന്ന്. ഡെയിലി വെള്ളം ഒഴിക്കുവോ? മോള് സഹായിക്കലുണ്ടോ? ഉമ്മ മാത്രമാണോ നോക്കുന്നത്? മോള് സഹായിക്കൽ കുറവാണ്. അപ്പൊ ഈ ചെടികൾ ഇങ്ങനെ സ്കൂളിൽ നിന്ന് തരുന്നത് എന്തിനാണെന്നറിയോ? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ കൃഷി ചെയ്യാനും ഇവിടെ നമ്മൾ പഴങ്ങളും പച്ചക്കറികളും മറ്റു സാധനങ്ങളും ഒക്കെ ഇപ്പൊ കൂടുതൽ എല്ലാ സ്ഥലത്തും വരുന്നത് കെമിക്കലാണ്, കടയിലൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നും ജൈവവളം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും അത് കഴിച്ച് നല്ല ആരോഗ്യമുള്ള ലക്ഷദ്വീപിലെ നിവാസികളെ വാർത്തെടുക്കാനുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട് ഇതിൽ. അപ്പൊ അതുകൊണ്ട് കുട്ടികള് വെറും ഉമ്മാന്റെ തലയിലേക്ക് കൊണ്ടുപോയി ചാർത്തരുത്, നിങ്ങളെ മക്കളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഏതായാലും നമുക്കിനി അടുത്ത വീട്ടിലോട്ട് പോവാം. ഓക്കെ, നമ്മളിപ്പോ അടുത്ത വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതായത് എവിടെയാണ് സാറേ? ഇത് വാഹിദായസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വാഹിദാസിന് ഫിരയാണ്. അപ്പം ഇതാ വാഹിദ ഇവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മ ടെറസിലാണ് വെച്ചതെന്നാണ് അവലുണ്ട്. അപ്പൊ എന്തായാലും നമ്മ പോയി നോക്കലാമ്പാ. നമ്മളെ കാട്ടി ഉഷാറായിനി. ഓക്കെ, നമ്മൾ ടെറസിലാന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് ആ ഒരു ചെടി മാത്രമായിരിക്കും എന്ന് കരുതിയത്. ശരിക്കും ഇവിടെ വന്ന് ആ ടെറസിന്റെ അവിടുത്തെ കോളിപ്പുരയുടെ ആ വാതിലൊന്ന് തുറന്നപ്പോ ഇവിടെ ഒരു ഗാർഡൻ തന്നെയാണ്. ലോകത്ത് അടിപൊളിയാണ്. പച്ചക്കറി കൃഷിയെല്ലാം നല്ലോണം വെണ്ട വൈദ്യുത പല സാധനങ്ങളും കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം നമ്മ ചെടിയെ നോக்கலாம். ഏത് കാട്ടുതാ? അപ്പൊ ഇവര് ഡ്രമ്മിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് അല്ലേ? നല്ല രീതിയിൽ ഡ്രമ്മിലൊക്കെ ആക്കി വെച്ചിന് നല്ലോണം വളരെ കഴിഞ്ഞിട്ട് ആ കാ പിടിച്ചുകൊണ്ട് വൈണ്ട് നല്ല രീതിയിൽ നോക്കണ്ടേ കാണുന്നുണ്ട്. കായ വേണോ? കായൽ ഇപ്പൊ പിടിച്ചു വേണ്ട സമയം കാണും. മഴക്കാലം ആയതുകൊണ്ട് ചെറിയ ചെറിയ കായെല്ലാം വീണു പോകും. കുറെ കഴിഞ്ഞാൽ പിടിച്ചു വന്നോളൂ. ആദ്യത്തെ കുറെ വീഴാൻ ചാൻസ് ഉണ്ട്. ആരാ അവിടെ കൃഷിയൊക്കെ നോക്കി നടത്തുന്ന ആരാണ്? ബാപ്പയമ്മ രണ്ടാളോ? മോൾ കൂടുകയില്ലേ? മോൾ കൂടുന്നില്ലേ? അവളെ കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ഇടക്കിടക്ക്. അപ്പൊ മോൾക്ക് ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ കിട്ടും. എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ കാണുന്നുണ്ട്. കൃഷിയും കാര്യങ്ങളും ടെറസിൽ നമ്മ തന്നെ പച്ചക്കറി ഉത്പാദിപ്പിച്ച് നമ്മ തന്നെ ഉണ്ടാക്കേണ്ട വലിയൊരു മഹത്തായ കാര്യമാണ്. ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വിഷം രഹിത പച്ചക്കറികൾ നമ്മളെ പിരീഡിനെ ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ല ഒരു കാര്യം വേറെ ഇല്ല. എന്തായാലും നിങ്ങൾ ഉമ്മയും ബാപ്പയും വളരെ നല്ല രീതിയിൽ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ ചെടി മാത്രമല്ല വേറെയും കുറെ ചെടികൾ നമ്മൾ കാണുന്നുണ്ട്. പച്ചക്കറികളും കൂടുതലായിട്ട് പച്ചക്കറികളൊക്കെ കാണുന്നുണ്ട്, വെറൈറ്റി അല്ലേ? വെക്കാത്ത കുറെ അതൊക്കെ കഴിഞ്ഞ വർഷം നിറയെ ഉള്ളായിരുന്നു. അത് ശരി. ചെടി വിത്ത് കിട്ടാത്തോണ്ട്. ഓക്കെ ഓക്കെ. സാധാരണ വളങ്ങളായിട്ട് എന്തൊക്കെയാ ഉപയോഗിക്കുന്നത്? കൂടുതലും ജൈവവളം, കമ്പോസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ? എന്തൊക്കെ ഇനങ്ങളാണ് ഇപ്പൊ നിലവിൽ ഇവിടെ ഉള്ളത്? ഇവിടെ വെണ്ട, വഴുതന, തക്കാളിയൊക്കെ പോയിട്ടുണ്ട്. തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് കാബേജാ? കോളിഫ്ലവർ അല്ലേ? പൈനാപ്പിളൊക്കെ ഉണ്ട്. പൈനാപ്പിളൊക്കെ ഉണ്ട്. ബീൻസ് ഒക്കെ ഉണ്ടല്ലേ? ബീൻസ്, ഡ്രാഗൺ ഫ്രൂട്ട്. പൈനാപ്പിൾ ഒക്കെ കായ്ച്ചിട്ടുണ്ടോ ഇവിടെ? നേരത്തെ ഇപ്പൊ വെച്ചാണോ അല്ല നേരത്തെ? ഒരു വർഷം തയ്യാറായി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഞാൻ തന്നെ വളർത്തി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് പറിച്ചെടുക്കാൻ സാധിക്കും അല്ലേ? ഓക്കെ, വളരെയധികം നന്ദിയുണ്ട്. കാരണം ശരിക്ക് നല്ലൊരു അന്തരീക്ഷമാണ്. കാരണം ഇങ്ങനെ ടെറസിന്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ശരിക്കും അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? കൂടുതലും വെറുതെ ഇങ്ങനെ ഇതാക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ നല്ല പച്ചക്കറികളും സാധനങ്ങളും കിട്ടുക. നിങ്ങളിപ്പോ ഇവിടെ വീട്ടിലെ ആവശ്യത്തിന് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ എടുക്കും? സെയിൽ ചെയ്യുന്നുണ്ടോ? വിൽക്കുന്നുണ്ടോ? വിൽപ്പന ഒന്നുമില്ല. ഓക്കെ. അപ്പൊ നമ്മള് നല്ല ഭക്ഷണം കഴിക്കുക, നമ്മുടെ അയൽവാസികളും ബന്ധുക്കളും നല്ല ഭക്ഷണം കഴിക്കുക, നല്ലൊരു ഉദ്ദേശം തന്നെയാണ് അത്. മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഏതായാലും അടുത്ത വീട്ടിലേക്ക് പോകാം. വളരെ നല്ല കാര്യം കേട്ടോ, നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. ഓക്കെ. ആരൊക്കെയാണ് ഇത് ചെയ്യുന്നത്? നിങ്ങള്? കുട്ടികളും കയറുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ നല്ല കാര്യം. അവാർഡ് കിട്ടിയിട്ടുണ്ടോ? യെസ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. കൃഷി ഉണ്ടല്ലേ പുറത്ത്? അത് ശരി. ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ചെയ്യലുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത വീട്ടിൽ ചെടിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, കാസിമാശേ സാറിന്റേതായിരുന്നു? ഇത് മുഹമ്മദ് ഖാസിം BP 8A പഠിക്കേണ്ട മുഹമ്മദ് ഖാസിം BP
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കാസിം കുട്ടിയോടെ പോയോ? എന്താ കളിക്കുന്ന ടൈമില്ല, ഈവനിങ് ആണ് അങ്ങനെ കളിക്കാൻ പോയി. ഓക്കെ, നല്ല കാര്യം. ഓക്കെ, വാപ്പ ഉണ്ട്. ഇത് നിങ്ങൾ എങ്ങനെയാ പരിപാലിക്കുന്നത്? വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ? വേസ്റ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ കിച്ചൺ വേസ്റ്റ് അല്ല, കിച്ചൺ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങള് കാണണ്ട ഈ മുട്ട കൂടുന്നതെല്ലാം കാണണ്ട ഞങ്ങള് കിച്ചണുള്ള തോലെല്ലാം കാണണ്ടെന്തോ ചവരിച്ചോറ് എങ്ങനെയുണ്ട് കാസും സാർ ഇതിന്റെ development? നല്ലോണം വളർന്നേ കാണണ്ടത് കൊടുക്കുന്ന സമയത്തൊക്കെ എന്തായാലും ഇത്ര ഇല്ല ഞാൻ ചെറിയൊരു തൈ. ചെറിയൊരു തൈയാണ്. ഇതെല്ലാം പുതിയ ചെടാ. ഈ ഒരു തണ്ട് മാത്രമേ കാണുള്ളൂ. ഇപ്പൊ ഇതെല്ലാം പുതിയ ശാഖ വരുന്നതാണ്. നല്ലോണത്ത് നോക്കണ്ട എന്തായാലും ഇപ്പൊ കട്ടി പോകാൻ വിചാരിച്ചാണ് ഈ ഭാഗം കട്ടികൾ തന്നെയാണ്. തോന്നുന്നുണ്ട്. കൃഷിയെ കുറിച്ച് ഐഡിയ ഉള്ള ആളാണോ? ഇവിടെ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടോ? വേറെ കൃഷിയല്ല, ഐഡിയ ഇല്ലേ, നാട്ടറിവ് വെച്ച് ചെയ്യേണ്ടതില്ലേ. പക്ഷെ ഇത് എന്നാലും ഒരു എവിടെയെങ്കിലും ഒരു ഇടാൻ കണ്ടുപിടിക്കണം. ഇത് പൈപ്പാ ഇതിപ്പോ ഏത് നല്ലൊരു സ്പേസ് നോക്കി ഇത് ഇല്ല പറിക്കണമെന്നില്ല. അത് തണലായിട്ട് ഇടുന്നുള്ളൂ. എന്നാലും ഒന്ന് ബ്രാഞ്ചെല്ലാം ഒതുക്കി വെച്ചും വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പേസ് നോക്കി വെച്ചോണ്ട് അങ്ങനെ വെച്ചോണ്ട് എന്തായാലും ഇതിനുണ്ട് മാറ്റമുള്ള സമയം കായ്പ കാണുന്നത് ഏകദേശം പിടിച്ചു പോയത്. ഇനി ഇത് മുറിച്ചുവിട്ടെങ്കിലും ഇത് അങ്ങനെ തന്നെ എളിച്ചു വയ്ക്കലാണ് നല്ലത്. അപ്പൊ എന്തായാലും സന്തോഷം ഇത് കണ്ടതില്, ഇങ്ങനെ ആയി വന്നതില് ഷാറായിന്. അപ്പൊ ഇനിയും അത് നോക്കണം, കായ്ക്കേണ്ട വരെ അത് മാക്സിമം നോക്കണം. കസനെ കൂടെ ചൊല്ലണം. അപ്പൊ അടുത്ത കൊല്ലവും ചിലപ്പോ വരേണ്ടി വന്നാൽ അത് അടുത്ത സ്റ്റേജിൽ എത്തിയത് കാണുവാണ്. പക്ഷെ അങ്ങനെ ജീവനോടെ ഉണ്ടെങ്കിൽ വരും നോക്കാം. ഇല്ല ശരി തണ്ടാനുള്ളത്. ശരി. അപ്പൊ അവര് പരിപാലിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇത് മാറ്റി വെക്കേണ്ട പരിപാടിയാണ് ഇനി ബാക്കിയുള്ളത്. എന്താ പേരെന്തായിരുന്നു? സത്താർ. വീട്ടുപേര് ചാടിപ്പുര. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ ഇനി ഏതായാലും ഇത് അത്യാവശ്യം വളർന്നിട്ടുണ്ട്, പുതിയ തളിരൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകാം അല്ലേ? ഓക്കെ. നമ്മളിപ്പോ അടുത്ത വീട്ടിൽ വന്നെത്തിയിരിക്കുകയാണ്. അവിടെ ഒരു മാവിൻ തയ്യാണ് നമ്മൾ കാണുന്നത്. ഇതാരുടെ വീടായിരുന്നു? ഇത് നമ്മളെ 8 പഠിക്കുന്ന ഷാദിന്റെ വീട്. ഓക്കെ, ഷാദിൻ എവിടെയാണ്? കളിക്കാൻ പോയല്ലേ? ഷാദിന്റെ ഉമ്മയാണല്ലേ? ഓക്കെ. നമ്മള് കൃഷിയിൽ വളങ്ങൾ വല്ലതും ഉപയോഗിക്കുന്നുണ്ടോ? വളമിട്ടില്ല. അതൊന്ന് കൊണ്ടുവന്ന് വച്ചിട്ട് ജസ്റ്റ് വെള്ളം ഒഴിക്കൽ മാത്രമാണോ? പക്ഷെ അത്യാവശ്യം പിടിച്ചിന്. ഒന്നുകൂടി വളം കൊടുത്താൽ കുറച്ചുകൂടി മണ്ണിന് വളക്കൂറുള്ള മണ്ണായതുകൊണ്ടാണ് അത്രയും വളർന്നത്. കൊടുക്കേണ്ടതൊക്കെ ഏകദേശം ഇത്രയാണ് ഉള്ളതാണ് ഓർമ്മ. വളർന്നില്ല നല്ലോട്ട് തായിനെ. ഒന്നുകൂടി ഒന്ന് അതിനൊക്കെ അത്യാവശ്യം കുറഞ്ഞ ഈ എല്ലിൻ പിടിയോ അങ്ങനത്തെ വേപ്പിൻ പിണ്ണാക്കോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടേണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടുകൂടി. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആട്ടിന് ആലയുന്നുണ്ടാവും. ഇവിടെ ആട് വളക്കണ്ടുണ്ടാവും. അപ്പൊ അതിനുണ്ട് കിട്ടേണ്ട കുറച്ച് ആട്ടും കാട്ടം ഒന്ന് ചുറ്റും ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ നമ്മളെ മീനിന്റെ വേസ്റ്റ് ലേശം ഹാറ്റി കൂത്തി കൊടുത്താലും അത് പയ്യെ വളങ്ങായി മാറിക്കോളും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നതിൽ അങ്ങനെ വിടണം. ഇങ്ങനെ നുക്കാതെ ആകരുത്. വെച്ചത് കൊണ്ട് വരെയെങ്കില് ആകണമെങ്കിൽ അടുത്ത കൊല്ലം അങ്ങനെ നുക്കാൻ വേണ്ടിയതൊക്കെ ഒരു ഹൈറ്റിനൊക്കെ വരുവണം. പക്ഷെ അതിനെ കൂടെ ചൊല്ലണം നുക്കുക. നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് വളർത്തുന്നത് പോലെ ചെടികൾക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കും. കാരണം ഇവിടെ വെള്ളം മാത്രം ഒഴിച്ചിട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. അപ്പൊ വളം കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കായ്കളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ച് വളങ്ങളൊക്കെ ഒന്ന് ഇടക്കിടക്ക് കൊടുക്കാൻ നോക്കിയാൽ നല്ലത്. പിന്നെ വരും കാലങ്ങളിൽ വളങ്ങൾ കൊടുത്ത് നോക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, കാസുമാശേ അടുത്ത വീട്ടിലേക്ക് പോകാം. അടുത്ത കൊല്ലം കൂടി നോക്കാൻ വരുമോ? ഓക്കെ, ശരി. ഇപ്പൊ നമ്മള് വേറൊരു വീട്ടിൽ വന്നിരിക്കുകയാണ്. കാസുമാശി, ഇത് എന്താ തൈ? ഇത് കസ്റ്റാർഡ് ആപ്പിൾ. കസ്റ്റാർഡ് ആപ്പിളാ? ഓക്കെ ഓക്കെ ഓക്കെ. ആരുടെ വീടായിരുന്നത്? ഇത് ബിബി ഐഷ. ബിബി ഐഷ. ഏതാണ് ബിബി ഐഷ? ആ, ഓക്കെ ഓക്കെ. മോള് കൃഷിയോട് താല്പര്യമുള്ള ആളാണോ? ഇത് പിടിച്ചോ. കൃഷിയോട് താല്പര്യമുള്ള ആളാണോ? കൃഷി ഉമ്മയും ചെയ്യണ്ടേ കൃഷി? ഇവിടെ വേറെയും കുറെ കൃഷികളൊക്കെ കാണുന്നുണ്ടല്ലോ. വഴുതനയും പിന്നെ വാഴ അങ്ങനെ കുറച്ച് സാധനങ്ങൾ. കശം ഫ്രൂട്ടി, മൈലാഞ്ചി കുറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട്. കപ്പ മറ്റേ ഇത് മുതലക്കിഴങ്ങ്. അപ്പൊ കുറെ ഐറ്റംസ് ഉണ്ട്. എന്തായാലും ഒരു കൃഷിയും സാധനങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇത് വളങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതില്? വളങ്ങളെ ഉപയോഗിക്കണ്ടേ? ഏതൊക്കെ ടൈപ്പ് വളങ്ങളാണ് സാധാരണ? ഇന്നെല്ലാം വളം കൊടുക്കണ്ട കിച്ചൺ വേസ്റ്റ് അല്ല, കിച്ചൺ വേസ്റ്റും കാര്യങ്ങളും. അതുപോലെ ആട്ടിന് എന്തെങ്കിലും ഇവിടെ ആലയെല്ലാം കാണണ്ട. ആട്ടിനെ വേസ്റ്റ് എല്ലാം കൂടെ ഇടക്ക് കൊടുക്കണം അതിനും. എങ്ങനെയുണ്ട് കാസുമാശി ഇതിന്റെ ഒരു? ഇല്ല, നല്ലോണം വളർന്നില്ല. അത് കാരണം അത് നല്ലോണം നുക്കിയ മട്ടത്ത് കാണണ്ടേ. ഒരുപാട് ശാഖകളും തിരളും എല്ലാം വന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ട് കാണേണ്ടത്. എന്നാ മുട്ട ഓടെല്ലാം കിട്ടുന്നത്, കാൽസ്യം കിട്ടാൻ വേണ്ടി മുട്ട ഓടെല്ലാം കിട്ടുക കാണണ്ട. അപ്പൊ എന്തായാലും അത് നല്ല രീതിയിൽ പരിപാലിക്കണ്ടേ എന്നുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ ക്ലിയർ ആണ്. നല്ല കാര്യം, സന്തോഷമുണ്ട്. എന്തായാലും ഇനി നോക്കുകയാണെങ്കിൽ ഉമ്മയെ മാത്രമേ ഏൽപ്പിക്കരുത്. മോളും കൂടി ഉമ്മയെ കൂടെ നോക്കി അങ്ങനെ വളർത്തത് പയ്യൊരു ഭാവിയിലൊരു മരങ്ങായി മാറണം. കുറെ വർഷം കഴിഞ്ഞാൽ തനിക്ക് സ്കൂളിൽ കിട്ടിയ മരങ്ങാണ്, താങ്കളുടെ വെച്ചതാണ് എന്നുള്ള രീതിക്ക് ചൊല്ലിക്കൊടുപ്പാൻ കളിയണം വേറെ ആളേക്ക്. ആ ഒരു അഭിമാനത്തോടു കൂടി പറയാൻ കളിയണം. അപ്പൊ അത് പാടാതെ നല്ല രീതിക്ക് നോക്കണേ. എന്തായാലും അടിപൊളിയായിട്ട് ഇത്ര വരെ നല്ലോണം ഉണ്ട്. എന്നാലും നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകാം. ശരി.
ഓക്കെ, നമ്മളിപ്പോ അടുത്ത വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെയും ഒരു മാവിൻ തൈയാണ് അല്ലെ? ഇതാരുടെ വീടായിരുന്നു? ഇത് അഹ്സാൻ അബ്ദു 8-7 പഠിക്കേണ്ട അഹ്സാൻ അബ്ദു നഫിയാണ്. ഇതാണ് അഹ്സാൻ അബ്ദു മോനെ കളിക്കാൻ പോയിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, ഉമ്മയാണല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പരിപാലനവും കാര്യങ്ങളും ഒക്കെ? വളങ്ങൾ വല്ലതും കൊടുക്കുന്നുണ്ടോ? കൃഷി വേസ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. കിച്ചൺ വേസ്റ്റ് കൊടുക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും എല്ലിപ്പൊടി അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളോ? അവളെ പാപ്പ എന്തെല്ലാം ഇട്ടിന് ഞാൻ കൃഷിക്കാരത്തിനെല്ലാം മേടിച്ചു മാറ്റും. ഏകദേശം 30 ഔട്ടത്തുള്ളത് എന്തെല്ലാം ഇട്ടിന് നാട്ടിന് അതെല്ലാം ഇന്നെ നീ എവിടെയില്ലേ ഇടക്ക് വളം കൊടുത്താൽ മതി. അത് ഓൾറെഡി പിടിച്ചു പോയതാണ്, സാധനം പിടിച്ചു പോയത്. ഇല്ലെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി കാണേണ്ടത്. മറ്റാണെങ്കിൽ കർപ്പൻ സൈഡാണ് ഉപ്പുകാറ്റത്തേക്ക് കാലാവസ്ഥയ്ക്ക് അതുകൊണ്ട് വലിയ പ്രശ്നം വരാം, ആയിക്കോളുന്നത്. ഏകില്ല. അപ്പൊ ഒന്ന് നോക്കിയാൽ മതി. അടുത്ത കൊല്ലം ഇൻഷാല്ലാ അവിടെ ഉണ്ടെങ്കിൽ നോക്കുവാൻ വരും. അപ്പൊ ഏകദേശം ഒരു പിന്നാക്കാട്ടി കുറച്ചുകൂടി പറഞ്ഞ് വളരണം. അപ്പൊ അതില്ല, ഞങ്ങൾ വേണ്ടതിന് ഉദ്ദേശം ഇതാണ്, വച്ചത് നശിക്കരുത്, ഒന്ന് കെയർ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇങ്ങനെ സന്തോഷം, ഇങ്ങനെ കണ്ടതിൽ സന്തോഷം കൊണ്ട് ആയത്. കാരണം പലവരെയും ഇങ്ങനെ പോയിപ്പ് ചെയ്താണ് ഒക്കെ ശ്രദ്ധിക്കാതെ. കുറെ ഉമ്മാരെല്ലാം ചെല്ലുണ്ട്, എല്ലാം പോലെ ഇങ്ങനെ പോയിപ്പോണ് ചിലര് സങ്കടത്തോടെ പറഞ്ഞില്ല വെച്ചത് പോയിപ്പ് ശ്രദ്ധ കൊണ്ട് ചില സമയത്തൊക്കെ പിന്നെ ഇല്ലാതെ കരക്കെല്ലാം കൊണ്ട് സമയത്ത് തണ്ണി വിത്താൻ ആളില്ലാതെ എല്ലാം നശിച്ചിന് അങ്ങനെല്ലാം ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഈ വർഷം നമ്മൾ എന്തായാലും വേറെ പുതിയ വൈപ്പിക്കുണ്ട്. ഓക്കെ, അങ്ങനെ പോട്ടെ. എന്തായാലും മോൾ തന്നെ ഒന്ന് ചൊല്ലി കാര്യം എന്തായാലും ഒരു കൺഗ്രാചുലേഷൻ ചൊല്ലി. അപ്പൊ കാസുമാശെ ഏകദേശം വീടുകളൊക്കെ ഇപ്പൊ നമ്മള് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ് സാറിന്റെ ഒരു വിലയിരുത്തൽ ഒരു വർഷത്തെ ചെടികള്? ശരിക്കും ഇപ്പൊ ഒരുപാട് കുട്ടികൾക്ക് ചെടികൾ കൊടുത്തിരുന്നു. അതില് ഫോട്ടോ അയച്ചു തന്ന സെലക്ടഡ് ആയിട്ടുള്ള ഒരു 10 വീടുകളാണ് നമ്മൾ സന്ദർശിച്ചത്. ആ വീടുകളിലെല്ലാം നമ്മൾ കൊടുത്ത ചെടികൾ വളരെ നല്ല രീതിയിൽ എത്തിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ചില പാരന്റ്സിന് അവർക്ക് കുട്ടികൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം അത് മറ്റുള്ളവർക്ക് ഒരു മാതൃക തന്നെയാണ്. പിന്നെ പല വീടുകളിൽ നമ്മൾ പോയപ്പോൾ പ്രത്യേകിച്ച് ആ ഒരു വീട്ടില് നമുക്ക് പേരൊക്കെ തിന്നാൻ പറ്റിയത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല അനുഭവമാണ്. ഏതായാലും ഉച്ചയ്ക്ക് പുറപ്പെട്ടു. ഇപ്പൊ ഏകദേശം അസ്തമിക്കാറായി. ഇതിനുള്ളിൽ 10 വീടുകൾ കവർ ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രീതിയിൽ ചെടികൾ പരിപാലിക്കുന്ന ഫാമിലികൾ ലക്ഷദ്വീപിലുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, രക്ഷിതാക്കളുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇതെന്തായാലും നല്ലൊരു ഇതാണ്. അത് മാതൃകയാക്കി എല്ലാവരും ഇടപെട്ടെന്ന് അഭ്യർത്ഥിക്കണം. ഇനിയും അടുത്ത വർഷവും, ഈ വർഷം വയ്ച്ച ചെടികൾ അടുത്ത വർഷവും നോക്കുക. ഞങ്ങൾ വയ്ക്കാൻ ജീവനുണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പം ഇതുപോലെ തന്നെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പൊ ഇനി നമുക്ക് വോയേജ് ലക്ഷദ്വീപിന്റെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.